ഹലോ ഗൈസ്, എല്ലാവർക്കും സ്കാനിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. മൈൻക്രാഫ്റ്റ് അല്ല, ക്രാഫ്റ്റ് സമയം 5 എന്താണെന്നാവോ ഈ ഫോണിൽ സപ്പോർട്ടാവും മൈൻക്രാഫ്റ്റ്. പക്ഷേ ഇതിൽ ഡേഞ്ചർ എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ റിസ്കിൽ മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഗൈസ് ഈ ഫോണിൽ. അതുകൊണ്ടാണ് ഞാൻ മൈൻക്രാഫ്റ്റ് കയറ്റാത്തത്. ക്രാഫ്റ്റ് സമയം 5 എന്നാണ് ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഇതിൽ മൈൻക്രാഫ്റ്റിനെക്കാട്ടും ടെക്സ്ചർ ക്വാളിറ്റി ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാനിത് തമ്നെയിലും ഇതിലൊക്കെ ഞാൻ മൈൻക്രാഫ്റ്റ് എന്നേ പറയത്തുള്ളൂ. ആദ്യം തന്നെ വീഡിയോ കാണാതെ ആരും വന്ന് കമൻറ്റ് ഇടാൻ നിൽക്കണ്ട കേട്ടോ ഗൈസ്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മൈൻക്രാഫ്റ്റ് എന്നാണ് ഇടുള്ളൂ പേര് തമ്നെയിലൊക്കെ. ക്രാഫ്റ്റ് സമയം 5 എല്ലാതും ഉണ്ട്, മെയ്സും ഒക്കെ ഉണ്ട് ഗൈസ്. 1.20.1 അതാണ് ആ പുതിയ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വേൾഡ് തുടങ്ങി സീരീസ് തുടങ്ങാം. മറ്റത് നിർത്താൻ കാരണം അത് വർക്ക് ചെയ്യുന്നില്ല ഗൈസ്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കൊരു വേൾഡ് ജനറേറ്റ് ചെയ്യാം, നമുക്ക് ആ സീരിയസ് ആയിട്ട് കളിക്കാം. ഞാൻ പിന്നെ കളിക്കുന്നത് ഫോണിലാണ്, പക്ഷേ കീബോർഡും മൗസും കണക്ട് ചെയ്തിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ നമുക്കൊരു വേൾഡ് തുടങ്ങാം ഗൈസ്. പിന്നെ ഇതിൽ സർവർ ഉണ്ടാക്കാൻ പറ്റും. സർവർ ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റും. സ്കൂൾ കൂട്ടിയിട്ട് പറ്റുമ്പോൾ നമുക്ക് മൾട്ടിപ്ലെയർ തുടങ്ങാം. അല്ലെങ്കിൽ വേണ്ട, ഒരു സർവർ തുടങ്ങാം. അൾട്രോണേഴ്സിന് ഒരു സർവർ തുടങ്ങി ഫ്രണ്ട്സിനെ കൂട്ടി കളിക്കാൻ ഗൈസ്. അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. നമുക്കൊരു വേൾഡ് ജനറേറ്റ് ചെയ്യാം. സർവൈവൽ നോർമലി കിടന്നിട്ട് മൾട്ടിപ്ലെയർ ഓണാക്കിടാം ഗൈസ്. ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ്. പിന്നെ ഇപ്പം എന്താ ചീറ്റ്സൊന്നുമില്ല. റിസോഴ്സ് പാക്ക് പോയിട്ട് ഷെയ്ഡർ ഇടാം. ഷെയ്ഡർ ഉണ്ട് ഗൈസ്. ഷെയ്ഡർ ഇടാം. കഴിഞ്ഞിട്ട് നോക്കട്ടെ. നോവേൻ്റെ ഷെയ്ഡർ, ഈവി ഷെയ്ഡർ, പിന്നെ ജാവേൻ്റെ മോഡുണ്ട്. ജാവേൻ്റെ മോഡിട്ടാൽ ജാവേത്തെ പോലെ തന്നെ കേട്ടോ ഗൈസ്. അത് ഞാൻ ഈ ഗെയിം തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇൻട്രോ തന്നെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇൻട്രോ തന്നെ 1 മിനിറ്റിൻ്റെ മേലെ പോയി ഗൈസ്. ഗെയിം കളിക്കുമ്പോൾ പറഞ്ഞുതരാം. അതുകൊണ്ട് നമുക്ക് വലിയ ജനറേറ്റ് ചെയ്യാം. കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. നോവേൻ്റെ ഷെയ്ഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷെയ്ഡ് കേട്ടോ ഗൈസ്. മൈൻക്രാഫ്റ്റിനെക്കാട്ടും ടെക്സ്ചർ ഉണ്ട് കേട്ടോ ഗൈസ് ഇതിന്. ഷെയ്ഡ് ഇട്ടതിൻ്റെ ഇതല്ല, ഞാൻ വേറെ വേൾഡിൽ കാണിച്ചു തരാം. കേട്ടോ. ഓക്കെ, കണ്ടോ ആ ടെക്സ്ചർ നോക്കിയാൽ മറ്റേനെക്കാട്ടും ഒരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഒരു പ്ലെയിൻസിലാണ് ഇവിടെ ആകാശമൊക്കെ ഗൈസ്. ഒരു ഫോഗി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കുറച്ച് രണ്ടര കൂട്ടുക. നമുക്ക് കീബോർഡിൽ കളിക്കുന്നതുകൊണ്ട് കുറച്ച് റിസ്ക്കിയാണ്. മാത്രമല്ല മൗസിൻ്റെ ശബ്ദം ഉണ്ടാകും ഗൈസ്. ഒരാൾ കമൻ്റ് ഇട്ട് ഗൈസ് വീഡിയോയ്ക്ക് ക്വാളിറ്റി കമ്മിയാണെന്ന്. ക്വാളിറ്റി കമ്മിയാവാൻ കാരണമുണ്ട്. ഈ ഫോണിലല്ല യൂട്യൂബ് ചാനലുള്ളത്. അപ്പോൾ അത് വേറെ ഫോണിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ, എഡിറ്റ് ചെയ്ത് സെൻഡ് ചെയ്യുമ്പോൾ ക്വാളിറ്റി കുറയുന്നുണ്ട് ഗൈസ്. ഞാനത് ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്. ഇത് നിങ്ങൾ സപ്പോർട്ട് വേണം, അല്ലാതെ നടക്കത്തില്ല. 50 സബ്സ്ക്രൈബേഴ്സായി, ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ആവണം ഗൈസ്. നിങ്ങൾ ഓരോരുത്തർക്ക് ഈ 50 സബ്സ്ക്രൈബേഴ്സ് ഓരോരുത്തർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ആവും ഗൈസ്. നമുക്ക് ആദ്യം മരമൊക്കെ മുറിച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൽ പിന്നെ സ്കിന്നിടാൻ പറ്റില്ല ഗൈസ്, ഇംഗ്ലീഷുണ്ട്. കീബോർഡ് മൗസ് വെച്ച് കളിക്കുന്നതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ലാഭമൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ ജാവേൻ്റെ മോഡ് പറയുമ്പോൾ നമുക്ക് ജാവേത്തെ പോലെ ഇടത്തെ കയ്യിൽ ടോർച്ച് പിടിക്കാൻ പറ്റും ഗൈസ്. അതാണ് ജാവേൻ്റെ
പിന്നെ ജാവയിൽ നമ്മൾ വാളും കൊണ്ട് അടിക്കുമ്പോൾ ഒരു ആനിമേഷൻ ഉണ്ടല്ലോ, ആ ആനിമേഷൻ കിട്ടും. പിന്നെ നമ്മൾ ടോർച്ച് കയ്യിൽ പിടിച്ചാൽ വെളിച്ചം കിട്ടും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. പക്ഷെ ജാവേൻ്റെ മോഡ് ഡീആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടൂൾസ് മൊത്തം പോകും ഗൈസ്. ഞാൻ അങ്ങനെ ഒരു വേൾഡ് വെറുതെ കളിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൽ അങ്ങനെ ഉണ്ടായത്. പക്ഷെ ഞാൻ ഇപ്പോഴും കളിക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ എൻ്റെ വേൾഡ് എന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ അത് കളിക്കുന്നത് യൂട്യൂബിൽ ഇടുന്നില്ല, പക്ഷേ ഞാൻ കാണിച്ചിട്ടുണ്ട് ഗൈസ്. അതിനെ പറ്റി ബെഡ് ഉണ്ടാക്കണം. ബെഡ് ഉണ്ടാക്കാനുള്ള ആൾ കിട്ടി. ബെഡ് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് കിട്ടിയായിരുന്നു. ആദ്യത്തെ ഒരു വില്ലേജ് ഗൈസ്. ഇത് സീഡൊന്നും അല്ല കേട്ടോ, എന്താ പറയുക, ഇത് സീഡൊന്നുമല്ല ഞാൻ കളിക്കുന്നത്. എൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും വില്ലേജൊക്കെ. ബെഡ് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. അവിടെ ഷീപ്പിനെ കണ്ടു ഗൈസിനെ. ഇതിനെ ഒന്ന് കൊട്ടയൊക്കെ തട്ടിപ്പോന്ന് ചെയ്യാം. മൗസായോണ്ടിരിക്കാം കുറച്ച് സീനാണ്. ഒരു ഷീപ്പിന് ഇതിനെ കിട്ടിയ പിന്നെ സ്റ്റോണേജ് ആവും. വരുമ്പോഴത്തേന് ഞാൻ സ്റ്റോണേജ് ആവാൻ നോക്കാം. ഈ ഭാഗം വിട്ട് പോകണ്ട ടൈസ്. ഒരു ഷീപ്പിനെ കണ്ടു. പിന്നെ അതവിടെ നമുക്ക് മൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം. മൈനിങ് ഏരിയ അല്ല, നമുക്ക് കുറച്ച് കോളും ഐറ്റംസൊക്കെ അവിടെ കൊടുക്കാം. സ്റ്റോണും ഐറ്റം സ്കിപ്പ് ചെയ്യാനുള്ളത് കിട്ടി. പിന്നെ ഇതിൽ സർവർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ സൾട്ടണോസിന്. അപ്പോൾ സർവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ID തരുന്നുണ്ട്. ID അല്ല, അതിൻ്റെ വീഡിയോ എന്താ അതിൻ്റെ പേര്, മറ്റേ പേര് കിട്ടുന്നില്ല. അതിൻ്റെ പാസ്വേഡ് ഇതൊക്കെ തരുന്നുണ്ട്. ഓക്കെ, ക്രാഫ്റ്റിൻ്റെ എടുത്തിട്ട് എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്യട്ടെ. ഒരു ബെഡ് ഉണ്ടാക്കട്ടെ. ഓക്കെ, ഒരു ബെഡ് പെട്ടെന്ന് ഉണ്ടാക്കാം. എന്നിട്ട് ഈ ബെഡ് വെച്ചിട്ട് റീസ്പോൺ സെറ്റ് ചെയ്യട്ടെ. താൽക്കാലികോടെ ഒരു ബേസ് വെച്ച് സെറ്റ് ചെയ്യാം. ബേസല്ല, കുറച്ച് ഒന്നുകൊണ്ട് ഇതിന് നമുക്ക് ഇവിടെ താങ്ങാം ഗൈസ്. ഈ പ്ലെയിൻ ബയോ ഇഷ്ടപ്പെട്ടു, പക്ഷേ ഒരു വില്ലേജ് കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസത്തിനവിടെ താങ്ങും. പിന്നെ നമ്മൾ നൈസായിട്ട് വേണം ഗൈസ്. ഈ സ്റ്റോണേജൊക്കെ ആവുന്നുണ്ടെങ്കിൽ വിക്കാക്സ് ഉണ്ടാക്കട്ടെ. ഉണ്ടാക്കി വിക്കാക്സ് പോയിട്ടൊന്നും മെയിൻ ചെയ്യാം. കെയ്വായാലും കുഴപ്പമില്ല ഗൈസ്, അതിന് കുറവ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കാൻ കഴിയുന്നത്. ഇവിടെത്തന്നെ കിട്ടിയില്ലേ, ഒന്നിരിക്കേണ്ട ആവശ്യമില്ല. കുറച്ചധികം സ്റ്റോൺ കളക്ട് ആയിട്ട് ഒരു 10 അതിൻ്റെ അടുത്ത് കളക്ട് ചെയ്യാം. എവിടെയെങ്കിലും ബ്ലോക്ക് ചെയ്ത് കയറി പോകണമെങ്കിലും ഫർണസ് ഉണ്ടാക്കണമെങ്കിലും ടൂൾസ് ഉണ്ടാക്കണമെങ്കിലും എന്തിനാണെങ്കിലും നമുക്ക് സ്റ്റോണിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ കേവ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം. പക്ഷേ ഈ കേവ് എക്സ്പ്ലോർ ചെയ്യുന്നതിനെ പറ്റിക്ക് അത്ര താല്പര്യമില്ല. കാരണം കേവ് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഇച്ചിരി സീനാണ്. നോട്ട്സൊക്കെ വന്ന് അപ്പോൾ തന്നെ സ്കെൽട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് പേടി. പിന്നെ നൈറ്റ് അവറായി. നമുക്ക് അധികം പറഞ്ഞ് ബെഡ് ഉണ്ടല്ലോ, അതുകൊണ്ട് വലിയ സീനില്ല. അങ്ങനെ ഇതുപോലെ കടന്നോട്ടെ. നമുക്ക് തങ്ങാനാണെങ്കിൽ ഷിഫ്റ്റ് നോക്കി പോവുക. എന്നിട്ട് എണ്ണ അരഞ്ചം പറഞ്ഞ് കിട്ടിക്കോ. പൊളിഞ്ഞു കിട്ടുന്നു. ഓക്കെ, ഇതാണ് ഷെയ്ഡ് കേട്ടോ. കുറച്ച് 2 രൂപ കേട്ടോ. നല്ല വില്ലേജൊക്കെ വന്നിട്ടുള്ളൂ. ഇങ്ങനെയാവുന്നത്. ഇതിൽ
ചേഞ്ച് സ്കിന്നില്ല ഗൈസ്, നമ്മൾ കുഴപ്പമുണ്ട്. കുറച്ച് രണ്ട് കൂട്ടി സെൻസിറ്റിവിറ്റി കുറച്ച് കൂട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ചാനലിൻ്റെ പേര് മാറ്റണമെന്നുണ്ട് കേട്ടോ ഗൈസ്. കാരണം SK ഗെയിമിംഗ് വേൾഡ് മാറ്റണമെന്നുണ്ട്. നമുക്കെന്തായാലും നോക്കാം. പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ആക്കണമെന്നൊക്കെ ഉണ്ട് എനിക്ക്. ഗൈസ് കണ്ടോ, അടിയിലേക്കായി നമ്മുടെ ഹെൽത്ത് വെയർ ഐറ്റംസൊക്കെ. നമുക്ക് ഈ വീഡിയോയിൽ വല്ലാതൊന്നും ചെയ്യത്തില്ല ഞാൻ. നമുക്ക് എന്താ ചെയ്യാം, എന്തെങ്കിലും ഉണ്ടാക്കാൻ ടൂൾസ്. ഞാൻ ഒരു സ്വാഡ് ഉണ്ടാക്കട്ടെ. ഇങ്ങോട്ട് ഇരിക്കട്ടെ. ഇൻവെൻ്ററി ഒന്ന് ക്ലീൻ ചെയ്യണം ഗൈസ്. ആവശ്യമില്ലാത്ത ചവർ ഐറ്റംസൊക്കെ കൂമ്പാരം കിട്ടിയിരിക്കുകയാണ്. സ്റ്റിക്ക് ഇതിലുണ്ടാവുക. എന്നിട്ട് നമുക്ക് ടൂൾസ് ഐറ്റംസൊക്കെ ശരിയാക്കട്ടെ. ഫുഡ് ടൂൾസാണ്. ടൂൾസ് ഐറ്റംസൊക്കെ ശരിയാക്കണം. ഒരു പിക്കാക്സും കൂടി ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് മുന്നോട്ടെടുക്കാം. ഇങ്ങനെ ചരി. എന്നിട്ട് നമുക്കൊരു ഫർണസ് നോക്കട്ടെ ഗൈസ്. ഒരു ഫർണസ് ഇങ്ങനെ പോകും. ഇതുണ്ടാക്കാൻ വയസ്സത്തെ പണിപ്പെട്ടത് പടം മറിഞ്ഞു വേഗം ഇതിലൊക്കെ പണി പാടുന്നത്. ഇന്നത്തെ എനിക്ക് വലിയ ഗോളൊന്നുമില്ല ഗൈസ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ട് പണിയെടുക്കണം തുടങ്ങുന്നു. ഞാൻ ഗോളൊന്നും വെച്ചിട്ടല്ല ചെയ്യുന്നത്. എനിക്ക് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഗെയിമിൻ്റെ അടുത്ത് ആയോന്നും വല്ലതും കാണണ്ടോ. കീപ്പർ എന്നൊക്കെ പറയുന്നത് ഗോൾ കീപ്പർ. നമുക്ക് കീപ്പർ എന്ന് പറയണം. നോ മിസ്റ്റേക്സ് അല്ലെങ്കിൽ മിസ്റ്റേക്സ്. കീപ്പർ ഉണ്ട്. എങ്ങനെയാണ് ഇവിടെ സ്പോൺ ചെയ്യുന്നത് കീപ്പർ? നമുക്ക് വെട്ടി കൊല്ലാണ്. വെറുതെ ഇറങ്ങി പോയി വിളിച്ച് തന്നെ ഉണ്ടായത് പോയി. നമുക്ക് ഇവിടുന്ന് നൈസായിട്ട് സ്ഥലം കാലിയാക്കാം. നമുക്ക് അത്ര പന്തിയായിട്ട് തോന്നുന്നില്ല. കെയ്യൊക്കെ അടുത്ത് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാം. നമുക്ക് ഇങ്ങനെ പോവാം. വില്ലേജ് കിട്ടിയ എന്ത് സുഖം. ഒരു വില്ലേജ് കിട്ടിയ സുഖമായിരുന്നു. പ്ലെയിൻസും നമ്മൾ അങ്ങോട്ട് പോകുന്നു. പ്ലെയിൻസ് ആയിരുന്നു നല്ലത്.
പാത്രത്തിൻ്റെ ഒച്ചയാണ്. ഇനി തൊട്ട് എന്തെങ്കിലും ഒരു കറക്റ്റ് ടൈം നോക്കണമല്ലോ വീട്ടിലൂടെ. വില്ലേജ് കിട്ടി, മോനെ കിട്ടി. ബോട്ടുണ്ടായിരുന്നു, കറങ്ങി പോകാം. അപ്പോഴാണ് ബോട്ടിൻ്റെ റെസിപ്പിനെ നോക്കണം. ഇതുവരെ ഞാൻ വെള്ളം നനഞ്ഞെടുത്ത കുഴി മതിലുണ്ട്. പിന്നെ ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് പിന്നെ കമൻറ്റ് ചെയ്ത് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഗൈസ്. അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടാണ് ഗൈസ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരുന്ന എനിക്ക് വിഷമമാവും ഗൈസ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യും, ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ എന്താ ചെറി ബ്ലോസത്തിൻ്റെ ഗൈസ് പിന്നെ മറ്റേ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക ഗൈസ്. ഈ വീഡിയോക്ക് ഒരു 100 ലൈക്ക് തരാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 50 ലൈക്ക് പറ്റും. 100 ലൈക്ക് മാക്സിമം 100 കിട്ടില്ല എന്നൊക്കെ അറിയാം. അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. എന്താ ഗൈസ് അറിയിക്കാമല്ലോ. ഫേസ്ബുക്ക് പറ്റാം. നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും അത്യാവശ്യം ഐറ്റംസ് ഒക്കെ ഉണ്ട് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഓളെന്ന ബെല്ലൈക്കൺ അമർത്തുന്ന എല്ലാ വീഡിയോസിൻ്റെയും ഇത് നിങ്ങൾക്ക് കിട്ടുന്നതാണ് നോട്ടിഫിക്കേഷൻ. ഇത് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കട്ടെ ഗൈസ്. വേറൊന്നും പറയാനില്ല. ആർക്കെങ്കിലൊക്കെ അയച്ചു കൊടുത്ത് സബ് ചെയ്യാൻ മതി ഗൈസ്. സപ്പോർട്ട് വേണം, എല്ലാം നടക്കത്തില്ല. ഉണ്ടോ ടെസ്റ്റ് ക്വാളിറ്റി. ശരി.